നെക്സ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത് പ്ലേഗാണ്. പ്ലേഗ് എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയൽ ഇൻഫെക്ഷനാണ്. അതെന്ന് പറഞ്ഞാൽ യെർസിനിയ പെസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസാണ് പ്ലേഗ് ഉണ്ടാക്കുന്നത്. പ്ലേഗിനെ നമുക്ക് 3 ടൈപ്പായിട്ട് തിരിക്കാം. ബ്യൂബോണിക് പ്ലേഗ് എന്ന്, ന്യൂമോണിക് പ്ലേഗ്, അതുപോലെ തന്നെ സെപ്റ്റിസീമിയ പ്ലേഗ് എന്ന് നമുക്ക് 3 തരത്തിൽ നമുക്ക് 3 ടൈപ്പ് പ്ലേഗുകളുണ്ട്. അതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈ ആയിട്ട് പനിക്കുക, പിന്നെ തലവേദന, വിറയ്ക്കൽ, ബോഡി പെയിൻ, സ്വള്ളൻ, പിന്നെ പെയിൻഫുൾ ലിംഫ് നോഡ്സ് അറ്റ് ദ ഗ്രോയിൻ, അതുപോലെ സഡൻ ന്യൂമോണിയ, ബ്ലഡി വാട്ടർ മ്യൂക്കസ്, അതായത് ബ്ലഡും വാട്ടറും കൂടി ചേർന്നിട്ട് ആയിട്ടുള്ള, അതായത് ബ്ലഡി ആയിട്ടുള്ള വെള്ളം പോലെ നമ്മുടെ മ്യൂക്കസ് കാണപ്പെടും ബ്ലഡായിട്ട്, പിന്നെ റെസ്പിറേറ്ററി ഫെയിലിയറൊക്കെ കാണപ്പെടും. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആൻറ്റിബയോട്ടിക്കുകളും അതുപോലെ തന്നെ സ്ട്രെപ്റ്റോമൈസിനുകളും യൂസ് ചെയ്യും. ക്ലോറാംഫെനിക്കോളും അതുപോലെ തന്നെ ടെട്രാസൈക്ലിനും ട്രീറ്റ്മെൻറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ന്യൂ ജനറേഷൻ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്നത് ജെൻഡാമൈസിൻ ആൻഡ് ഡോക്സിസൈക്ലിനുമാണ്. അതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് നമുക്ക് റോഡൻസിന്, അതായത് കരട് തിന്നുന്ന ജീവികളൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഗ്ലൗസുകളൊക്കെ ഇവരുമായിട്ട് എന്തെങ്കിലും ഹാൻഡിൽ ചെയ്യുമ്പോൾ, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ നേരിട്ട് ടച്ച് ചെയ്യാതെ എന്തെങ്കിലും ഒരു ഗ്ലൗസ് എങ്ങാനും യൂസ് ചെയ്തിട്ട് വേണം അവരെ തൊടുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഡു നോട്ട് അലോ ഡോഗ്സ് ഓർ കാറ്റ്സ്, നമുക്ക് നമ്മുടെ ബെഡിലോ അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ ഒപ്പമൊന്നും ഡോഗിനെ അതുപോലെ തന്നെ കാറ്റിനെ ഒന്നും കൊണ്ടുവരാതിരിക്കുക. പിന്നെ യൂസ് റിപ്പലൻറ്റ് ഇഫ് യു തിങ്ക് യു കുഡ് ബി എക്സ്പോസ്ഡ് ടു റോഡൻറ്റ് ഫ്ലീസ് ഡ്യൂറിങ് ആക്ടിവിറ്റീസ് സച്ച് എസ് ക്രാമ്പിങ്, ഹിക്കിങ് ഓർ വർക്കിംഗ് ഔട്ട്ഡോർസ്. അപ്പോൾ വർക്കിംഗ് ഔട്ട്ഡോർസിലൊന്നും കൊണ്ടുവരാതിരിക്കുക. അവയോടൊപ്പം തന്നെ അവരുടെ മേലുള്ള ചെള്ളുകളും നമ്മുടെ ഡിസീസിന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് ടെറ്റനസ് ആണ്. ടെറ്റനസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസാണ്. അതെങ്ങനെയാണ് ഉണ്ടാവുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടാമിനേഷൻ ഓഫ് വൂണ്ട് ഫ്രം ദ ബാക്ടീരിയ ക്ലോസ്ട്രിഡിയം ടെറ്റനി ഓർ ദ സ്പോർസ് ബൈ പ്രൊഡ്യൂസ് ദാറ്റ് ലീവ് ഇൻ ദ സോയിൽ. അതായത് ടെറ്റനസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓർഗാനിസം നമ്മുടെ വൂണ്ടിൽ കൂടെയൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് എത്തിയിട്ട് ഒരു ടോക്സിൻ പുറപ്പെടുവിക്കുക. ആ ടോക്സിൻ നമ്മുടെ നെർവ് സെല്ലിനൊക്കെയാണ് ബാധിക്കുന്നത്. ഓക്കെ, അതിൻ്റെ റിസ്ക് ഫാക്ടർ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പങ്ക്ചർ വൂണ്ട്, ഗൺ ഷോട്ട്, ക്രഷ് ഇഞ്ചറീസ്, ബേൺസ്, സർജിക്കൽ വൂണ്ടിലൊക്കെയാണ് ഇത് ഉണ്ടാവുന്നത്. ക്ലിനിക്കൽ ഫീച്ചറുകൾ എന്ന് പറഞ്ഞാൽ ഫെബ്രൈലാണ്, ഇറിറ്റബിലിറ്റി, ഹെവി സ്വെറ്റിംഗ് ഉണ്ടാവുക, തൈമസ്, അതുപോലെ തന്നെ നമ്മുടെ ലോക്ക് ജോസ്, ഇതൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ് എന്ന് പറയുന്നത്. പിന്നെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ആൻറ്റി കൺവൾസൻ്റ് ഡ്രഗുകൾ, അതുപോലെ തന്നെ പെൻസിലിനും മെട്രോനിഡസോൾ ടെറ്റനസ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. ഡയസപ്പാമും അതുപോലെ തന്നെ ഫീനോബാർബിറ്റോളുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. നഴ്സിംഗ് കെയറിൽ എങ്ങനെയൊക്കെയാണ് ഇവരെ കെയർ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കുക. കുട്ടികളാണെങ്കിൽ നമ്മൾ അവർക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രോംപ്റ്റ് സക്ഷനിങ് ആൻഡ് ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് എസെൻഷ്യൽ. ഓക്സിജൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അവർക്ക് മര്യാദയ്ക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് വെച്ചാൽ ഓക്സിജൻ അഡ്മിനിസ്ട്രേഷൻ കൊടുക്കുക. പിന്നെ ഇലക്ട്രോലൈറ്റ് ബാലൻസ് ശ്രദ്ധിക്കുക. പിന്നെ ഹൈ കലോറി ആൻഡ് പ്രോട്ടീൻ ഡയറ്റ് ഫുഡുകൾ നമ്മൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ പറയുന്ന കാര്യം ചേഞ്ച് ദ പേഷ്യൻ്റ് പൊസിഷൻ എവറി 2 ഹവേഴ്സ്ലി ടു പ്രിവെൻറ്റ് ബെഡ് സോൾസ്. അതായത് ചേഞ്ച് ദ പേഷ്യൻ്റ് പൊസിഷൻ, അതായത് ഓരോ 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മൾ പേഷ്യൻറ്റിനെ മാറ്റി കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതായത് അധികമായിട്ട് സ്വെറ്റ് ചെയ്യുമ്പോൾ അതും നമ്മുടെ ശരീരത്തിൽ വെള്ളം ലോസ് ആവണം, അപ്പോൾ അതിൽ കിടത്താതിരിക്കുക. പിന്നെ ഇത്രയും കണ്ടീഷനുകളൊക്കെയാണ്. പിന്നെ ഹൈജീൻ കൊടുക്കുക, ഇൻക്ലൂഡിങ് ബാത്ത്, ഓറൽ ആൻഡ് എലിമിനേഷൻ ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ്. പിന്നെ റെഗുലർലി മോണിറ്റേർഡ് വൈറ്റൽ സൈൻസ്, നമ്മുടെ ടെമ്പറേച്ചർ, റെസ്പിറേഷൻ, അതുപോലെ തന്നെ പ്രഷറൊക്കെ നമ്മൾ നോക്കുക. നെക്സ്റ്റ് പറയുന്നത് മലേറിയ എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോസ് ആണ് മലേറിയ കോസ് ചെയ്യുന്നത്. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനി, വിറയ്ക്കൽ, അതുപോലെ തന്നെ തലവേദന, ഓക്കാനം, ഛർദി, മസിൽ പെയിൻ, പിന്നെ ഫാറ്റിഗ്, സ്വെറ്റിങ്, ഇതൊക്കെയാണ് അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ക്വിനിനും അതുപോലെ തന്നെ മെഫ്ലോക്വിനിൻ 250 ഗ്രാമാണ് നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്നത്. മലേറിയ കേസിലെ ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ഷുഡ് ബി ഡൺ. ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് ഷുഡ് ബി മോണിറ്റേർഡ്. ഫ്ലൂയിഡും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ മോണിറ്റർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ബ്ലഡ് സ്മിയർ നമ്മൾ റിപ്പീറ്റഡ്ലി നോക്കുക. അതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ട് പിന്നെ നമ്മൾ നഴ്സിംഗ് കെയറിൽ പറയുന്നത്
ഫ്ലൂയിഡ് ആൻഡ് ഇലക്ട്രോലൈറ്റ് നമ്മൾ അവർക്ക് കൊടുക്കുക. പിന്നെ ബ്ലഡ് സ്മിയറുകൾ ഉണ്ടാക്കുക. പിന്നെ അതിന് പ്രിവെൻഷന് വേണ്ടിയിട്ട് നമ്മൾ മോസ്കിറ്റോ ബൈറ്റിൽ നിന്ന് ഒഴിവാവണം. അതുപോലെ തന്നെ ലൂസ് സ്ലീവ് ഉള്ള ഡ്രസ്സുകൾ നമ്മൾ ധരിക്കുക, അല്ലെങ്കിൽ ഫുൾ സ്ലീവുള്ള ഡ്രസ്സുകൾ ധരിക്കുക. പിന്നെ റിപ്പലൻ്റ് ക്രീം ഓർ സ്പ്രേകളൊക്കെ നമ്മൾ കൊതുകിനെ ഒഴിവാക്കുന്നതിന് വേണ്ടി ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ഡെങ്കു ആണ്. ഡെങ്കു ഫീവർ എന്ന് പറയുന്നത് നമ്മുടെ ഈഡിസ് ഈജിപ്തി മോസ്കിറ്റോസ് ആണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന് നമ്മൾക്ക് ഇതിന് പേരുണ്ട്. ട്രോപ്പിക്കൽ ഏരിയാസിലൊക്കെയാണ് ഈ ഒരു ഡെങ്കു ഫീവർ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ സൈൻസ് ആൻഡ് സിംറ്റംസ് എന്ന് പറയുന്നത് സഡൻ ഓൺസെറ്റ് ഓഫ് ഫീവർ, പിന്നെ അതുപോലെ തലവേദന, മസിൽ ആൻഡ് ജോയിൻറ്റ് പെയിനുകൾ, റാഷുകൾ, സ്കിൻ റാഷുകൾ, ബ്ലീഡിങ് ആൻഡ് ലോ ലെവൽ ഓഫ് ബ്ലഡ് പ്ലേറ്റ്ലെറ്റുകളൊക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഓറൽ റീഹൈഡ്രേഷൻ തെറാപ്പിയും അതുപോലെ തന്നെ ഇൻട്രാവീനസ് ഫ്ലൂയിഡ് ആൻഡ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് നഴ്സിംഗ് കെയർ ആണ്. നഴ്സിംഗ് കെയർ എന്ന് പറയുന്നത് എന്താണ്, ഇൻട്രാവീനസ് ഹൈഡ്രേഷനുകൾ നമ്മൾ കൊടുക്കുക. വീനസിൽ നമുക്ക് ഹൈഡ്രേഷൻസ് കൊടുക്കുക. അത് നമ്മൾ നീഡ് ഫോർ 1 or 2 days നമ്മൾ കൊടുക്കണം. അതുപോലെ തന്നെ നാസോഗാസ്ട്രിക് ഇൻക്യുബേഷനും ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻസൊക്കെ നമ്മൾ ആർട്ടീരിയ പങ്ക്ചർ ആർ അവോയ്ഡഡ് ഓർ മിനിമൈസ്ഡ്. പിന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾക്ക് പ്ലേറ്റ്ലെറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ എന്താണ്, ഈഡിസ് മോസ്കിറ്റോ യൂഷ്വലി ബൈറ്റ് ഡ്യൂറിങ് ദ ഡേ ബിഫോർ സ്പെഷ്യൽ പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ഡ്യൂറിങ് ഏർലി മോർണിംഗ് ഹവേഴ്സ് ബിഫോർ ഡേ ബ്രേക്ക് ആൻഡ് ഇൻ ദ ലേറ്റ് ആഫ്റ്റർനൂൺ ബിഫോർ ഡാർക്ക്. പിന്നെ എന്താണ്, സ്റ്റാഗ്നൻ്റ് വാട്ടർ, എലിമിനേറ്റ് സ്റ്റാഗ്നൻ്റ് വാട്ടർ ദാറ്റ് സെർവ് എ മൊസ്കിറ്റോ ബ്രീഡിങ്. അതായത് നമ്മൾ കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഒഴിവാക്കുക. അവിടെയൊക്കെ കൊതുക് വളരാനായിട്ടുള്ള ധാരാളം സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ കൊതുക് വലകളൊക്കെ യൂസ് ചെയ്യുക കൊതുക് കടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തെങ്കിലും സിംറ്റംസൊക്കെ നമ്മൾ ഈ ഡെങ്കു ഫീവറിൻ്റേത് പോലുള്ള എന്തെങ്കിലും സിംറ്റംസൊക്കെ പേഷ്യൻറ്റിൽ കാണുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ചെക്കപ്പ് ചെയ്യുക, ബ്ലഡ് കൗണ്ടൊക്കെ നോക്കാനായിട്ടാണ് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ആണ്. HIV എന്ന് പറയുന്നത് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് ആണ്. എയ്ഡ്സ് എന്ന് പറയുന്നത് ഈ വൈറസ് മൂലം ഉണ്ടാകുന്ന ഡിസീസാണ്. അത് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്നാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത് 6 months തൊട്ട് 6 വർഷം വരെയൊക്കെയാണ് അതിൻ്റെ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. പിന്നെ എങ്ങനെയാണ് ഇത് ട്രാൻസ്മിറ്റ് ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്ലഡ് പ്രൊഡക്ട്സ് വഴി, വജൈനൽ ഫ്ലൂയിഡ്സ്, സെമൻ ഓർ ബ്രസ്റ്റ് മിൽക്ക് വഴി. ഇപ്പോൾ മദറിൽ നിന്ന് അമ്മയിൽ നിന്ന് കുട്ടിയിലേക്ക് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലേബർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്താണ് ഡെലിവറി സമയത്ത് ഒക്കെ വരാം. പിന്നെ ഷെയറിങ് നീഡിൽസ്, അൺസ്റ്റെറിലൈസ്ഡ് ബ്ലാഡർ ആൻഡ് റേസർ, അതായത് സ്റ്റെറിലൈസ് ആവാത്ത ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളൊക്കെ ഇപ്പോൾ ഒരു HIV പേഷ്യൻറ്റിന് ചെയ്തിട്ടുള്ള അതേ ഉപകരണങ്ങൾ പ്രോപ്പറായിട്ട് സ്റ്റെറിലൈസ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ, അതുപോലെ സെക്സ് വഴിയൊക്കെ, ഫോർ എക്സാമ്പിൾ ഓറൽ ആൻഡ് ആനൽ സെക്സ് വഴിയൊക്കെ നമുക്കത് പടരും. സൈൻ ആൻഡ് സിംറ്റംസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ് ഗണ്യമായിട്ട് കുറയുക, അതുപോലെ തന്നെ പനി വരിക, നന്നായി വിയർക്കുക, റാഷസ്, ഫ്ലാങ്കി സ്കിൻ ആവുക, പിന്നെ പെർസിസ്റ്റൻ്റ് ഡയേറിയ വരിക, വിഷൻ ലോസ് അതായത് കാഴ്ച മങ്ങുക, പിന്നെ ഓക്കാനം, ഛർദിയൊക്കെ വരിക. മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ART ആൻറ്റി റിട്രോവൈറൽ തെറാപ്പികളാണ് നമ്മൾ ചെയ്യുന്നത്. ട്രീറ്റ്മെൻറ്റ് ഫോർ ഓപ്പർച്യൂണിസ്റ്റിക് ഇൻഫെക്ഷന് വേണ്ടിയിട്ട് അസിത്രോമൈസിനും അതുപോലെ തന്നെ ക്ലാരിത്രോമൈസിനും പാലിയേറ്റീവ് കെയർ കൊടുക്കുക. പിന്നെ കോംപ്ലിക്കേറ്റഡ് തെറാപ്പി ആയിട്ടുള്ള യോഗ, മസാജ്, അതുപോലെ തന്നെ റിലാക്സേഷൻ ടെക്നിക്കുകളൊക്കെ നമ്മൾ ചൂസ് ചെയ്യുക. നന്നായിട്ട് കൗൺസിലിംഗ് ഒക്കെ ചെയ്യുക. ഇനി നഴ്സിംഗ് റോൾ എന്ന് പറയുന്നത് നമ്മൾ അവരെ ഒന്ന് ബോധവൽക്കരിക്കുക. അതായത് എന്താണ് ഇവരുടെ ഡിസീസ്, അതെങ്ങനെയാണ് ട്രാൻസ്മിറ്റ് ആവുന്നത്, കാര്യങ്ങളൊക്കെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരല്ല എന്നുള്ളത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കുക. പിന്നെ എന്താണ്, അവർക്ക് എങ്ങനെയുള്ള ഫുഡുകളാണ് കഴിക്കേണ്ടത്, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. പിന്നെ എങ്ങനെയുള്ള പ്രൊവൈഡ് മെഡിക്കൽ എക്സ്പെർട്ടൈസ് ആൻഡ് ഇമോഷണൽ സപ്പോർട്ട് ടു ദ ഇൻഡിവിജ്വൽ. ഇമോഷണലായിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രോപ്പറായിട്ട് മരുന്നുകൾ കൊടുക്കുക. മെഡിക്കൽ ട്രെൻഡ്സ് ആൻഡ് ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഓൺ ഫൈറ്റ് അഗെയിൻസ്റ്റ് HIV, എങ്ങനെയൊക്കെയാണ് HIV വൈറസിനോട് നമ്മൾ പ്രതികരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ പറയാം. പിന്നെ അവോയ്ഡ് സെക്ഷൽ കോണ്ടാക്ട് വിത്ത് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ്, പിന്നെ ഇംപ്രൂവ് ദ എയർവേ ക്ലിയറൻസ്, പിന്നെ ദ പേഷ്യൻ്റ് ആൻഡ് the nurse should monitor for frequency and consistency of stools and the patient support of abdominal pain or cramping. ഇപ്പോൾ അതായത് എങ്ങനെയാണ് അവരുടെ ഇപ്പോൾ എല്ലാതും ഫുഡിൻ്റെ കാര്യം തൊട്ടിട്ട് എന്താണ് മോശം പാസ് ചെയ്യേണ്ടത്, അപ്പോൾ അതിൽ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻസും തടസ്സങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാം.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ലബോറട്ടറി ടെസ്റ്റുകൾ ഷുഡ് മോണിറ്റർ ഫോർ സൈൻ ഓഫ് ഇൻഫെക്ഷൻ ആൻഡ് ദ ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ട് ദാറ്റ് ഇൻഡിക്കേറ്റ് ഇൻഫെക്ഷൻ. എന്തെങ്കിലും അതായത് ലബോറട്ടറി ടെസ്റ്റുകൾ ചെയ്തിട്ട് വേറെ എന്തെങ്കിലും ഇൻഫെക്ഷനൊക്കെ അവർക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ഇടയ്ക്ക് ചെക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായുള്ളത്. താങ്ക്